എല്ലാവരും നോക്കിയെന്ന് വിശ്വസിച്ചിട്ട് നമുക്ക് തുടങ്ങുവാണേ. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രാക്ഷൻസിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതിൽ തന്നെ ഏതാണ് നമ്മൾ അതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുന്ന കാര്യം പഠിച്ചു, പ്രോപ്പർ ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അവസാനം നമ്മൾ കുറച്ച് എക്സാംസ് എന്ന് പറഞ്ഞൊരു 10-12 ക്വസ്റ്റ്യൻസ് ആയിരുന്നു തോന്നുന്നു. അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. എല്ലാം ചെയ്ത് നോക്കണത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി എനിക്ക്. ക്വസ്റ്റ്യൻ നമ്പർ നമുക്ക് നമ്പർ ആയി ഇട്ടാൽ മതി, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് തുടങ്ങുവാണ്. ഫ്രാക്ഷൻസിന്റെ പാർട്ട് 4 ആണ്. നമുക്ക് ഒരു പാർട്ട് കൂടെ മാക്സിമം വരാൻ വഴിയുള്ളൂ. ഒരു പാർട്ട് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഫ്രാക്ഷൻസിന്റെ കാര്യം തീരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ BFOക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ 2023. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കി. കഴിഞ്ഞ ദിവസം പഠിച്ച ക്വസ്റ്റ്യൻ്റെ ബാക്കിയായിട്ടാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അല്ല, അതിൻ്റെ വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത്. ചെയ്യാൻ പറ്റുമോ നോക്കിയേ. x/2 പ്ലസ് 1/4 ഈക്വൽ ടു 3/4 ആണ്. x/2ന്റെ കൂടെ ഒരു 1/4 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 3/4 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ മാത്രമാണ് ഈ ഫ്രാക്ഷൻ മൊത്തം എത്ര കണ്ടുപിടിക്കാനല്ല പറഞ്ഞേക്കുന്നത്. എക്സിന്റെ വാല്യൂ എത്രയെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെയാണ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്? ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് ലോജിക്കൽ വൈസും ചെയ്യാം, അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് വൈസും ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. ചെയ്യാൻ പറ്റുമോ നോക്കി. എല്ലാവരും ചെയ്യാൻ പറ്റുമോ നോക്കിയേ. വൺ ആണോ? നമുക്ക് നോക്കാം. 1 ആണ്, കറക്റ്റ് ആണ്. എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കി എല്ലാവരും എന്ത് ആൻസർ ഒന്ന് കമന്റ് ചെയ്താൽ മതിയേ. കാരണം ഇങ്ങനെ നമ്മൾ പറയുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ചിന്തിക്കാനുള്ളൊരു ഇതങ്ങ് പോകും. പിന്നെ അവരത് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയുള്ളൂ, ഒന്നൊന്നും നോക്കത്തില്ല അവർ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉത്തരം ചെയ്യാം. ഒന്ന് ലോജിക്കലി ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ കറക്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒക്കെ ഫോർമുല. നമുക്ക് രണ്ട് രീതിയിലും മെത്തേഡ് ചെയ്യാം. കാരണം നമുക്ക് രണ്ട് രീതിയിലും ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. രണ്ട് രീതിയിലും ചെയ്ത് കാണിക്കാം. ഇപ്പൊ ആപ്ലിക്കേഷൻ വൈസ് അല്ലെങ്കിൽ ലോജിക്കലി ചിന്തിക്കുവാണെങ്കിൽ 3/4 എന്ന് പറയുമ്പോൾ മുക്കാലാണ് അല്ലെ. 3/4 എന്ന് പറയുമ്പോൾ മുക്കാലാണ്. 1/4 എന്ന് പറയുമ്പോൾ കാലാണ്. കാലിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മുക്കാല് കിട്ടും നോക്കിയാൽ മതി. കാലിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മുക്കാല് കിട്ടും? കാലിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മുക്കാല് കിട്ടും? അര കൂട്ടിയാൽ മതി, ഹാഫ് കൂട്ടിയാൽ മതി. ശരിയല്ലേ? ഹാഫ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1/2. ശരിയല്ലേ? 1/2. ഹാഫ് എന്ന് പറയുമ്പോൾ 1/2 ആണ്. 1/2ന്റെ നമ്മൾ പറഞ്ഞേക്കുന്നത് 1/2 x/2ന്റെ പ്ലേസിലാണ് 1/2 വരേണ്ടത്. അപ്പം 2 ഓൾറെഡി അവിടെ കിടപ്പുണ്ട്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? ഓപ്ഷൻ ഡി 1 ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ഉത്തരം മുക്കാലാണ്. മുക്കാലിന്റെ കൂടെ മുക്കാല് കിട്ടണം നമുക്ക്. 3/4 കിട്ടണം, ക്വാർട്ടറന്റ് കിട്ടണം. ഈ 1/4 നമ്മൾ പറയുന്നത് ക്വാർട്ടറന്റ് എന്നാണ് പറയുന്നത്, ക്വാർട്ടറന്റ് അല്ലെങ്കിൽ കാലെന്ന് പറയും. ഈ കേസില് മുക്കാല് കിട്ടണമെങ്കിൽ കാലിന്റെ കൂടെ എന്ത് കൂട്ടണം? കാലിന്റെ കൂടെ അര കൂട്ടിയാൽ മാത്രമാണ് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് പവർ റീകണക്ട് ആയിക്കോട്ടെ. പറഞ്ഞു കേൾക്കാമല്ലേ? ഓക്കെ, അപ്പോൾ കാലിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മുക്കാല് കിട്ടുന്നതാണ് ചോദിച്ചിരുന്നത്. കാലിന്റെ കൂടെ അര കൂട്ടിയാലാണ് നമുക്ക് മുക്കാല് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഇതിങ്ങനെയാണ് സാധാരണ നമ്മൾ ലോജിക്കലി ചെയ്യുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ 1 എന്ന് നമുക്ക് കിട്ടും. 1/2 ആണ് അവിടെ ആൻസർ വരുന്നത്. പക്ഷെ എക്സ് നമുക്ക് ന്യൂമറേറ്റർ മാത്രം മതി, അതുകൊണ്ട് എക്സിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. അതേസമയം വേറെ രീതി ചെയ്താൽ, രണ്ടാമത്തെ മെത്തേഡ് ചെയ്താൽ, ഈ മെത്തേഡ് നമുക്ക് അത്യാവശ്യമാണ് ഓർത്തിരിക്കണം. കാരണം എല്ലാ ക്വസ്റ്റിനും നമുക്ക് ഈ മെത്തേഡിലേക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇങ്ങനെ ചെയ്താൽ മാത്രം നമുക്ക് ഇതിപ്പോ കാല് മുക്കാല് അരയൊക്കെ നമുക്ക് ലോജിക്കലി ചിന്തിച്ചെടുക്കാം. അതേസമയം 1/16 1/8 അങ്ങനെ ഇച്ചിരി വലിയ വാല്യൂസ് ആണ് നമുക്ക് ഇങ്ങനെ ആലോചിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. x/2 പ്ലസ് 1/4 ഈക്വൽ ടു 3/4 അല്ലേ?
ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് ത്രീ, ഒരു എക്സാമ്പിൾ ആണ്, എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു 5 എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കാണാൻ എന്ത് ചെയ്യണം? നമ്മൾ എക്സിന്റെ വാല്യൂ കാണണമെങ്കിൽ ഈ പ്ലസ് ത്രീനെ എന്ത് ചെയ്യണം? പ്ലസ് ത്രീനെ നമ്മൾ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് ഇടണം, ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക്. അപ്പൊ പ്ലസ് ത്രീ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? അത് -3 ആവും. അതായത് ഇങ്ങനെ വരും, എക്സ് ഈസ് ഈക്വൽ ടു 5 മൈനസ് 3 ഈക്വൽ ടു 2 എന്ന് ആൻസർ വരും. എക്സിന്റെ ആൻസർ 2 എന്ന് വരും. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണ് മാത്രമേ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസം ഒന്നുമില്ല. അപ്പൊ നമുക്ക് x/2ന്റെ ആ ഫുൾ ഫോം ആണ് കിട്ടുന്നത്. അങ്ങനെ എടുക്കണം, x/2 ഫുൾ ഫോമിൽ എടുക്കുകയാണ്, x/2 ആണ് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 3/4 എന്ത് ചെയ്യണം? 3/4 നിന്ന് 1/4 കുറയ്ക്കണം. കാരണം ഇവിടെ പ്ലസ് 1/4 ആണ്. പ്ലസ് 1/4 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? -1/4 ആവും. ശരിയല്ലേ? പറഞ്ഞത് ശരിയല്ലേ? അപ്പം x/2 ഈസ് ഈക്വൽ ടു, നമ്മൾ കുറയ്ക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, എന്നാലും പറയുവാണ്, ഇന്ന് അതുപോലെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഡിനോമിനേറ്റർ സെയിം ആണോ നോക്കണം. ഡിനോമിനേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ മാത്രം ചെയ്താൽ മതി. അതായത് 3/4 -1/4 എന്ന് പറയുമ്പോൾ 3 - 1/4 എന്ന് ചെയ്താൽ മതി. 3 - 1/4 എന്ന് പറയുമ്പോൾ 2/4 ആണ്. ശരിയല്ലേ? ഈ 2/4 എന്ന് പറയുന്നത് തന്നെയാണ് 1/2 തന്നെയാണ്. 2/4 എന്ന് പറയുമ്പോൾ 1/2 തന്നെയാണ്, ഈക്വലന്റ് ഫ്രാക്ഷൻ ആണ്. ഇത് 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 ഡിവൈഡഡ് ബൈ 2 2 വരും. 2 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 1 വരും. 4 ഡിവൈഡഡ് ബൈ 2 2 വരും. 1/2 ആൻസർ വരും. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ x/2 ഈക്വൽ ടു 2/4 എന്ന് കിടക്കുന്ന, അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 2ഉം ഈ ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നമുക്ക് എടുത്ത് ഈ മുകളിലത്തെ വാല്യൂ അതേപടി എടുത്തെഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ എക്സിന്റെ വാല്യൂ 2 ആണ്, പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെ ആകണം. അപ്പൊ ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെ ആക്കണം, എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒന്ന് ക്യാൻസൽ ചെയ്താൽ മതി. ഇതിനെ 1/2 നമുക്ക് സിംപ്ലിഫൈ ചെയ്തെഴുതാം. 1/2 എന്ന് സിംപ്ലിഫൈ ചെയ്തെഴുതാം. അപ്പൊ നമ്മൾ നോക്കിയേ, ഈ ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആയി. ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആണെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? എക്സ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് എടുത്തെഴുതാം. മനസ്സിലായോ? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ഇങ്ങനെ വരുന്ന കേസിൽ ലോജിക്കലി ചിന്തിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ലോജിക്കലി ചിന്തിച്ചെടുക്കാം. പക്ഷെ ലോജിക്കലി ചിന്തിച്ചെടുക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഫ്രാക്ഷൻസ് മാത്രം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എല്ലാ ഫ്രാക്ഷൻസും നമുക്ക് ഇങ്ങനെ ആലോചിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഫ്രാക്ഷൻ ഒന്ന് എഴുതി വെക്കാം. ജസ്റ്റ് ഒന്ന് x/2 പ്ലസ് 1/4 ഈക്വൽ ടു 3/4 നമുക്ക് എഴുതി വെക്കാം. ദെൻ നമുക്ക് കാണേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. പക്ഷെ എക്സിന്റെ വാല്യൂ മാത്രമായിട്ട് കാണുന്നേക്കാൾ എളുപ്പം നമുക്ക് x/2ന്റെ വാല്യൂ എടുക്കുന്നു. x/2 ഈക്വൽ ടു എന്ത് വരും? 3/4 - 1/4. 3/4 - 1/4 ഈസ് ഈക്വൽ ടു എന്ത് വരും? 2/4. x/2 ഈസ് ഈക്വൽ ടു 2/4. ഇനി വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് വരും 1/2 എന്ന് ആൻസർ വരും. 1/2 എന്ന് ആൻസർ വരുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെ ആയി. ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെ ആകുമ്പോൾ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെ ആക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അതിനെന്ത് ചെയ്താൽ മതി? ഈ 2നെ ഇപ്പുറത്തോട്ട് വിട്ടാൽ മതി. ഈ 2 ഡിവൈഡഡ് ബൈ 2 ആണ്. ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. ദാറ്റ് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 2/4 ഇൻറ്റു, ഇപ്പുറത്ത് എഴുതാൻ കാണത്തില്ലല്ലോ, എക്സ് ഈസ് ഈക്വൽ ടു, ഒരു സെക്കൻഡ്, എക്സ് ഈസ് ഈക്വൽ ടു 2/4 ഇൻറ്റു 2 എന്നാവും. മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? സോറി, ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. മൾട്ടിപ്ലിക്കേഷൻ അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അങ്ങോട്ടും ഇങ്ങോട്ട് മാറി മാറിയാ പോകുന്നത്. ഈ കേസിൽ ഡിവൈഡർ ബൈ 2 ആണ്. ഡിവൈഡർ ബൈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2. ഇത് ഇങ്ങനെ ഇൻറ്റു വരുന്ന കേസിൽ, ഇൻറ്റു പഠിപ്പിക്കുന്നതാണ് അത് പറയാത്ത, ഇൻറ്റു വരുന്ന കേസിൽ ഡിനോമിനേറ്റർ നേരെ, ഡിനോമിനേറ്റർ ആണ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക, ന്യൂമറേറ്റർ ആണ് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 2 4. 4/4 ഈക്വൽ ടു 1 എന്ന ആൻസർ വരും. ഇങ്ങനെയും നമുക്ക് എടുക്കാം. അതേസമയത്ത് ക്യാൻസൽ ചെയ്ത ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കിയിട്ട് എക്സിന്റെ വാല്യൂ നേരെ എടുത്തെഴുതാം. എങ്ങനെ വേണേലും ആൻസർ എഴുതാം. ഈ 3 ടൈപ്പിൽ നമുക്ക് ആൻസർ പറയാം. ഒന്നെങ്കിൽ ലോജിക്കലി, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നിട്ട് ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെ ആക്കിയിട്ട് ആൻസർ എഴുതാം, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ മാത്രം സ്പെസിഫിക് ആയിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ട് ആൻസർ എഴുതാം. എങ്ങനെയാണെങ്കിലും ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഫ്രാക്ഷൻസിന്റെ സബ്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ വ്യവകലനത്തിലേക്ക് പോവാണ്. മൈനസിന്റെ കേസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടതുള്ളൂ. പക്ഷെ ആലോചിക്കാനൊന്നുമില്ല. പഴയ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ പ്ലസ് ചെയ്തത് അതുപോലെ തന്നെയാണ് മൈനസും ചെയ്തത്.
ഒരു മാറ്റവും ഇല്ല. LCM എടുക്കണം. ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെയാണ്, നേരെ മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഈ 3 മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ 1/12 മൈനസ് 1/30 ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഒന്നെങ്കിൽ LCM എടുക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യുക. ഞാൻ രണ്ടും ചെയ്ത് കാണിക്കാം. ചെയ്തോ, പെട്ടെന്ന് ചെയ്തോ. ഉത്തരം ടൈപ്പ് ചെയ്തിട്ടാൽ മതിയെ. A ആണോ B ആണോ C ആണോ D ആണോ ടൈപ്പ് ചെയ്ത്. നമ്മൾ പ്ലസ് ചെയ്ത പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഒന്നെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, അല്ലെങ്കിൽ LCM മെത്തേഡ്. ഇവിടെ അല്ലാത്ത മെത്തേഡ് പറ്റത്തില്ല, കാരണം ഡിനോമിനേറ്റേഴ്സ് രണ്ട് ഡിഫറെന്റ് ആണ്. ഈ രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒരെണ്ണം നടക്കുള്ളൂ. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ഉത്തരം കിട്ടിയവരുണ്ട്. ബാക്കിയുള്ളവരൊന്ന് കണ്ടുപിടിച്ചേ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇതുപോലെ തന്നെയാണ്, പ്ലസിന് പകരം മൈനസ് ഇട്ടാൽ മതി, വേറെ മാറ്റമൊന്നുമില്ല. അപ്പം ഞാൻ ആദ്യം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യുവാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ 1 × 30 1 × 30 30 ആദ്യം എഴുതുന്നു. ഇവിടെ ഏത് സൈൻ ആണെന്ന് നോക്കുന്നു. ഇവിടെ ഏത് സിമ്പിൾ ആണ്? മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ് ഇട്ടു. 1 × 12 12 എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ 360 അല്ലേ? 360 ആയിട്ടിതാ. 30 മൈനസ് 12 എത്ര ആയിട്ടിതാ? 30 മൈനസ് 12 18 ഡിവൈഡഡ് ബൈ 360. നമുക്കറിയാം 36ഉം 18ഉം എന്താ മൾട്ടിപ്പിൾസ് ആണ്, ശരിയല്ലേ? അപ്പം വേണമെങ്കിൽ ഈ 360 36ഉം 18ഉം വെട്ടിയിട്ട് 18 × 2 ആണ് 36, 18 × 1 ആണ് 18. 1 ഡിവൈഡഡ് ബൈ 20 എന്ന് ആൻസർ കിട്ടും. 1 ഡിവൈഡഡ് ബൈ 20. ഓക്കെ അല്ലേ? സാറേ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ശരിയല്ലേ? അപ്പോൾ 12ന്റെ 30ന്റെ LCM എന്ന് പറയുന്നത് 60 ആണ്. 60 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യണം? 12 × 5 12 × 5 60 കിട്ടും. ഇവിടെ മുകളിൽ 5 ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യണം? 2 ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം? 2 ചെയ്യണം. അപ്പൊ എന്ത് വരും? 5/16 മൈനസ് 2/16. ദാറ്റ് മീൻസ് 5 മൈനസ് 2 3/16 എന്ന് വരും. 3/16 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3 വെച്ച് വെട്ടുമ്പോൾ മുകളിൽ 1 വരും, താഴെ 20 വരും. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. 12ന്റെയും 30ന്റെ LCM എന്ന് പറയുന്നത് 60 ആണ്. 60 ആകണമെങ്കിൽ 12 × 5 ചെയ്യണം ഡിനോമിനേറ്ററിൽ. ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5 വെച്ച് മൾട്ടിപ്ലൈ നമ്മൾ 60 കിട്ടുന്നത്. 30നെ 60 ആക്കണമെങ്കിൽ മുകളിലും താഴെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരും 5/16 മൈനസ് 2/16. അപ്പൊ 60 നേരെ എടുത്തെഴുതുക. 5 മൈനസ് 2 ചെയ്താൽ മതി. 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 വരും. 3/20 വരും. 3നെ നമ്മൾ 3 വെച്ചിന് കട്ട് ചെയ്തപ്പോൾ 1 വന്നു. 16നെ 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 20 വരും. 1/20 ആൻസർ കിട്ടും. ഈ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഈ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. മുമ്പത്തെ പോലെ തന്നെയാണ്. 1/6 മൈനസ് 1/9 ഈസ് ഈക്വൽ ടു 1/k ആണ്. കണ്ടുപിടിച്ചോ? പെട്ടെന്ന് കണ്ടുപിടിക്കാം. സിംപ്ലിഫിക്കേഷന്റെ കേസിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഫ്രാക്ഷൻസ് ആണെങ്കിൽ പോലും സിംപ്ലിഫിക്കേഷന്റെ പാർട്ടിൽ നിന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ഓക്കെ, ചെയ്തോ? തന്നെ ചെയ്തോ?
1/6 മൈനസ് 1/9 ഈക്വൽ ടു 1/k എന്നാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കെയുടെ വില എത്രയാണ്, അല്ലെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. കെ ആകാം, എക്സ് ആകാം, എ ആകാം, ബി ആകാം, സി ആകാം, എന്ത് വേണമെങ്കിലും വേരിയബിൾസ് കൊടുക്കാം. ഇങ്ങനെ നമ്പർ ഇടുന്നതിന് പറഞ്ഞ പേരാണ് വേരിയബിൾസ് എന്ന് പറയും. വേരിയബിൾസ്. ഓക്കെ, അറിയത്തില്ല, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കാം. അഞ്ജന കൂടെ ചെയ്യണേ. അഞ്ജന കൂടെ ചെയ്ത പെട്ടെന്ന്. സമയം എടുത്ത് ചെയ്തോ, കുഴപ്പമില്ല. സ്പീഡാക്കിയാൽ മതി. ഓക്കെ, ഞാൻ ചെയ്തു തുടങ്ങുവാണ്. അഞ്ജന ചെയ്ത് നോക്കോ. ബാക്കി അതിന്റെ പുറകെ തന്നെ ചെയ്തോ. ഞാൻ അതിന്റെ പുറകെ ചെയ്ത് വന്നേക്കാം. 1/6 മൈനസ് 1/9 ആണ്. ഈ കേസിൽ ഞാൻ LCM തന്നെ എടുക്കുന്നില്ല, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ തന്നെ എടുക്കണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ എപ്പോഴും നമുക്ക് എളുപ്പം. കാരണം നമുക്ക് LCM എടുക്കുന്ന സമയം നോക്കേണ്ട ആവശ്യമില്ല, നേരെ മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. 1 × 9 9. നമുക്ക് ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 × 9 9 മൈനസ് 1 × 6 6 ഡിവൈഡഡ് ബൈ 9 × 6 54. Okay, then 9 minus 6, 3/54. 3 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 3 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. 18 × 3 54. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, 1/80 അല്ല നമ്മുടെ ആൻസർ. നമുക്ക് നോക്കിയാൽ 1/k ഈസ് ഈക്വൽ ടു 1/8 നമുക്ക് കിട്ടിയേക്കുന്നത്. ന്യൂമറേറ്റർ സെയിം ആയിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ന്യൂമറേറ്റർ 1 ആയിട്ട് തന്നെ കിട്ടി. therefore k ഈസ് ഈക്വൽ ടു 18. k ഈസ് ഈക്വൽ ടു 18. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കി ചെയ്യണം. ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് -2/3 മൈനസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ചെയ്യുന്നത് തന്നെ. നമ്മുടെ ആദ്യം നമ്മളൊരു റൂൾ പഠിപ്പിച്ചത് ചെയ്താൽ മതി. പ്ലസ് മൈനസ് 42/80 ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ പ്ലസും മൈനസ് ഒക്കെ നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ആദ്യം തന്നെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു, അത് പറഞ്ഞു തന്നേക്കാം. ഈ 42/8 നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതൊന്ന് സിംപ്ലിഫൈ എടുത്തു, എന്നിട്ട് ബാക്കി ചെയ്തോ. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോഴോ 3 വെച്ച് ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും പറ്റും നോക്കിയാൽ. 3 വെച്ച് ക്യാൻസൽ ചെയ്യാലോ. 6 × 3 18. 42 divided by 12. Sorry, 3. Again നമുക്ക് ക്യാൻസൽ ചെയ്യാം. 7/3 എന്ന് വരും. -2/3 പ്ലസ് -7/3. ഇവിടെ നോക്കി, ഇവിടെ നടക്കുന്ന ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കി. രണ്ടും പ്ലസ് ആണ്, ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെയാണ്. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെ -2 പ്ലസ് -7 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതിയാൽ മതി. -2 പ്ലസ് -7 എന്ന് പറയുമ്പോൾ രണ്ട് മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ, -2 പ്ലസ് -7 നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. മൈനസും പ്ലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൈനസ് തന്നെയാണ്. അപ്പൊ -2 -7 എന്ന് പറഞ്ഞാൽ എന്താണ്? -2 -7 എന്ന് പറഞ്ഞാൽ എന്താണ്? -2 -7 എന്ന് പറഞ്ഞാൽ കൂട്ടിയിട്ട് മൈനസിന്റെ സിമ്പിള്, -9/3. -9/3 എന്ന് പറഞ്ഞാൽ 3 9 കൂടെ ക്യാൻസൽ ആയിട്ട് 3 തന്നെ ആൻസർ വരും. -3 എന്ന് ആൻസർ വരും. -3 മനസ്സിലാത്തോടെ പറയാം. രണ്ട് മൈനസ് നമ്പറുകൾ കൂട്ടാനാണെങ്കിൽ, അതായത് -2 പ്ലസ് -5 എന്നാണെങ്കിൽ നമ്മൾ ആദ്യം ഈ നടുക്കത്തെ നോക്കണം. മൈനസും പ്ലസും ഒരുമിച്ച് വന്നാൽ അതിന്റെ അർത്ഥം മൈനസ് തന്നെയാണ്. മൈനസും വന്നാൽ പ്ലസ് ആണ്. പ്ലസും മൈനസും വന്നാൽ എപ്പോഴും മൈനസ് തന്നെയാണ്. ഇങ്ങനെ രണ്ട് നമ്പറുകൾ മൈനസ് വന്നാൽ -2 -15 ഇങ്ങനെ രണ്ട് നമ്പറുകൾ ഒരുമിച്ച് മൈനസ് വന്നാൽ കൂട്ടിയിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 17 ആയിക്കോളും. മൈനസിന്റെ സിമ്പിൾ കൂട്ടിയിട്ട് നെഗറ്റീവിന്റെ ചിഹ്നം. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വരുന്ന അതുപോലെ തന്നെയാണ്. ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെയാണ്. അപ്പൊ ഡിനോമിനേറ്റർ നേരെ എടുത്ത് എഴുതാം.
ദെൻ നമുക്ക് -2 പ്ലസ് -7 ആണ്. ഈ പ്ലസും മൈനസും കൂടെ വരുമ്പോൾ അതിന്റെ അർത്ഥം മൈനസ് തന്നെയാണ്. അപ്പൊ -2 -7 എന്ന് വെച്ചാൽ കൂട്ടിയിട്ട് മൈനസിന്റെ സിമ്പിൾ, കൂട്ടിയിട്ട് മൈനസിന്റെ സിമ്പിൾ. -9/3 -9/3 എന്ന് പറയുമ്പോൾ 3യും 3യും ക്യാൻസൽ ആക്കാം, സോറി 9ഉം 3യും ക്യാൻസൽ ആക്കാം, 3 തന്നെ വരും, -3 ആൻസർ വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കിട്ടുന്ന വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ. -1 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. ഈ കേസ് നമ്മൾ ആദ്യത്തെ ക്ലാസ് ചെയ്താണ്, അല്ല കഴിഞ്ഞ ദിവസം ചെയ്താണ്. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്താണ്. അതിന്റെ LCM എന്താണെന്ന് നമ്മൾ ചെയ്താണ്. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, അപ്പം ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യുക. കിട്ടുന്ന ഉത്തരം 1 ആയിട്ട് കുറയ്ക്കുക. ചെയ്തോ, തന്നെ ചെയ്തോ, തന്നെ ചെയ്യാനുള്ളൂ. സമയം എടുത്ത് ചെയ്തോ, സമയമുണ്ട്. ഓപ്ഷൻ എഴുതിയാൽ മതി. A ആണോ, B ആണോ, C ആണോ, D ആണോ? കഴിഞ്ഞ ദിവസം ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/60 പ്ലസ് 1/32 പ്ലസ് പറഞ്ഞ് ചെയ്ത് പോയായിരുന്നു നമ്മൾ. അതേ മെത്തേഡിലാണ് ഇത് ചെയ്യേണ്ടത്. അതേ മെത്തേഡ് ചെയ്തില്ലെങ്കിൽ LC എടുത്താൽ മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി. ഈ പറയുന്ന 3 മെത്തേഡിൽ ഏത് മെത്തേഡിൽ യൂസ് ചെയ്യാം, എങ്ങനെ ഏതായാലും ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ, കിട്ടിയവരുണ്ട്. എല്ലാവരും ചെയ്തോ. അപ്പൊ ആദ്യം നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യണം. ദാറ്റ് മീൻസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8. 248ന്റെ LCM എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഈ 2ഉം 4ഉം 8ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമ്മുടെ LCM എത്ര തന്നെയായിരിക്കും? 8 തന്നെയായിരിക്കും. 8 തന്നെയായിരിക്കും LCM എന്ന് പറയുന്നത് 8 തന്നെയായിരിക്കും. ദെൻ ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിനെ ഡിനോമിനേറ്റർ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 8 ആകണമെങ്കിൽ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് എങ്ങനെ വരും? ഇങ്ങനെ വരും. 4/8 പ്ലസ് 2/8 പ്ലസ് 1/8 എത്ര വരും? 4 പ്ലസ് 2 6, 6 പ്ലസ് 1 7/8 എന്ന് വരും. ബ്രാക്കറ്റ് മാത്രം കാര്യം പറഞ്ഞാൽ ഇനി നമുക്ക് കുറയ്ക്കുക. 1 മൈനസ് 7/8 1 മൈനസ് 7/8 1 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 1 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാൻ നമ്മൾ പറഞ്ഞു. ഒരു സിംഗിൾ നമ്പർ ആയിട്ട് തരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. 1/1 മൈനസ് 7/8. ഇത് ഒന്നേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെ LCM എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്താൽ മതി. ഞാൻ LCM എടുക്കാൻ പോവാണ്. 1ന്റെ 8ന്റെ LCM 8 തന്നെയാണ്. 1 വേറെ നമ്പർ വന്നാൽ രണ്ടാമത്തെ നമ്പർ ആയിരിക്കും LCM. 1ന്റെ 8ന്റെ LCM 1 തന്നെയാണ്, 8 തന്നെയാണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് 8/8 1 എന്ന് വെച്ചാൽ അതിന്റെ അടുത്ത് 8/8 തന്നെയാണ്. 8/8 മൈനസ് 7/8 8 മൈനസ് 7 1/8 എന്ന ആൻസർ വരും. 1/8 ആൻസർ വരുമ്പോൾ ഇതാണ് ഓപ്ഷൻ C ആണ് ആൻസർ. 1/8 ആണ് ആൻസർ. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്തു. ബോഡ് മാസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതല്ലേ? അതിപ്പം വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പഠിച്ചതല്ലേ ബോഡ് മാസ്? ഓക്കെ, ആൻസർ കിട്ടി. എത്ര കേട്ടോ? ഓക്കെ, ചെയ്തോ, എല്ലാവരും ചെയ്തോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇതൊരു ഇംപ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഈ മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 1/2 എങ്ങനെയാണ്? 1 into 2 2 plus 1 3 3/2 എന്ന് ആൻസർ വരും. 3/2 മൈനസ് 3/4 3/2 മൈനസ് 3/4. ഇതിന്റെ LCM എടുക്കുക, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് LCM അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ LCM എടുക്കുകയാണ് ആദ്യം. LCM നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഈ 4ന്റെയും 2ന്റെയും LCM 4 തന്നെയാണ്. അപ്പൊ ഇവിടെ മുകളിലും താഴെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 6/4 മൈനസ് 3/4 എത്ര ആൻസർ കിട്ടും? 3/4 തന്നെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഓപ്ഷൻ C. വെരി ഗുഡ്, എല്ലാവർക്കും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്.
1 2 3 3 നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം. ഒന്നെങ്കിൽ ഇത് രണ്ടും ആദ്യം ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ 1/5 കൊണ്ട് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ മൂന്നിന്റെയും എൽസിയം എടുത്തിട്ട് ഒരേപോലെ ആക്കിയിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൽ നിന്ന് കുറച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ട് മെത്തേഡും കാണിക്കാം. നിങ്ങൾ ആദ്യം ചെയ്തോ, എന്നിട്ട് നമുക്ക് ഏതാ നോക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ട് മെത്തേഡ് ചെയ്യാം. എൽസിയം മെത്തേഡ് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുക, ദെൻ കിട്ടുന്ന ആൻസറിനെ 1/5 ആയിട്ട് മൈനസ് ചെയ്യുക. രണ്ട് മെത്തേഡിലും ചെയ്യാം. ചെയ്തോ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണമെങ്കിൽ ചെയ്യാം, എൽസിയം മെത്തേഡ് വേണമെങ്കിൽ ചെയ്യാം. ഏത് മെത്തേഡ് കിട്ടിയാലും നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. ചെയ്തു. ഇച്ചിരി വലിയ നമ്പേഴ്സ് ആണ്. 895. 895ന്റെ എൽസിയം വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇതൊന്നും ചെയ്യേണ്ട. നമുക്ക് രണ്ട് മെത്തേഡിലും ചെയ്ത് കാണിക്കാം. എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. 1/8 ചെയ്തോ. ഓപ്ഷൻ എ കിട്ടിയിട്ടുണ്ടോ നോക്കട്ടെ. 1/8 പ്ലസ് 1/9 മൈനസ് 1/5 ആണ്. ആണല്ലോ. ഓക്കെ. ഇങ്ങനെ വരുന്ന കേസിൽ ഞാൻ ആദ്യത്തെ കേസിൽ ഇത് മാത്രം അങ്ങ് ചെയ്യാൻ പോവാണ്. ഇത് മാത്രം ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് 1 × 9 9. 9 പ്ലസ് 8 ബൈ 9 × 8 72. 9 പ്ലസ് 8 17/72. 17/72. ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. -1/5. ഓക്കെ, ഇത് ഇത്രയും കിട്ടി. ഈ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് 17/72. ഈ കിട്ടിയ ഉത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? 1/5 മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെയും ഞാൻ ഇതേപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാണ്. 17 × 5 85 മൈനസ് 72 ഡിവൈഡഡ് ബൈ 72 × 5 360. 75 മൈനസ് എത്രയാ? 13/360. ഇതാണ് ഞാൻ എൽസിയം ഒന്നും എടുത്തില്ല, നേരെ ചെയ്ത് പോകുന്ന മെത്തേഡ്. ഓപ്ഷൻ ഉണ്ടോ? 13/360. ഓക്കെ, ഓപ്ഷൻ എ. ഒന്നെങ്കിൽ എങ്ങനെ ചെയ്യാം, ഒന്നുകൂടെ പറയാം. ആദ്യം ഞാൻ 1/8 പ്ലസ് 1/9 അങ്ങ് ചെയ്യുവാണ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ 1 × 9 9 എന്ന് കിട്ടും, പ്ലസ് 1 × 8 8 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 9 × 8 9 × 8 72. 9 പ്ലസ് 8 17. 17/72 എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 17/72 ശേഷം നമ്മൾ ചെയ്യേണ്ടത് -1/5. കാരണം ഇത്രയും പോർഷൻ നമുക്ക് കിട്ടി. അടുത്ത -1/5 ആണ്. -1/5. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യുന്നത് 70 × 5 85. 85 മൈനസ് 1 × 72 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്യുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഡിവൈഡഡ് ബൈ 72 × 5 5 × 5 360. 85 മൈനസ് 72 എന്ന് പറയുമ്പോൾ 13. 13/360. 13/360 നമ്മുടെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ഇതൊരു മെത്തേഡ്, സാധാരണ മെത്തേഡ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എൽസിഎം മെത്തേഡാണ്. എൽസിഎം മെത്തേഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ 8ന്റെ ഡിനോമിനേറ്ററൈസ് ആയ 8ന്റെ 9ന്റെ 5ന്റെ എൽസിഎം കണ്ടുപിടിക്കണം. 8ന്റെ 9ന്റെ 5ന്റെ എൽസിഎം കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ആ നമ്പേഴ്സിലാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണം. മൾട്ടിപ്ലൈ കാരണം ചെയ്തു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന 9 ഒരു 9 2 വെച്ച് ചെയ്യാം. 2 വെച്ച് ചെയ്യുമ്പോൾ ഇത് 4 എന്ന് കിട്ടും, ഇത് 9 എന്ന് കിട്ടും, ഇത് അഗൈൻ 5 എന്ന് കിട്ടും, അഗൈൻ 2 വെച്ച് ചെയ്യാം. 2 വെച്ച് ചെയ്യുമ്പോൾ ഇത് 2 എന്ന് തന്നെ കിട്ടും, ഇത് 9 എന്ന് തന്നെ കിട്ടും, ഇത് 5 എന്ന് തന്നെ കിട്ടും. അഗൈൻ 2 വെച്ച് ചെയ്യാം, കാരണം ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഒരു നമ്പർ ആയിട്ടുള്ള കുഴപ്പമില്ല, ചെയ്തു പോകാം. അഗൈൻ 2 വെച്ച് ചെയ്യുമ്പോൾ ഇത് 1 എന്ന് കിട്ടും, ഇത് 9 എന്ന് കിട്ടും, ഇത് 5 എന്ന് കിട്ടും. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 വെച്ചാണ്. 3 വെച്ച് ചെയ്യുമ്പോൾ 1 അത് എവിടെ ഇറക്കി എഴുതുക, 9 3 ആവും, 5 അത് എവിടെ ഇറക്കി എഴുതുക. അഗൈൻ നമുക്ക് 3 വെച്ച് ചെയ്യാം. 3 വെച്ച് ചെയ്യുമ്പോൾ 1 1 5 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യുന്ന 5 വെച്ചാണ്. 5 വെച്ച് ചെയ്യുമ്പോൾ 1 1 1 എന്ന് കിട്ടും. 2 ×
2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം നമുക്ക് 360 ആണ്. നമ്മുടെ LCM എന്ന് പറയുന്നത് 360 ആണ്. LCM എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ 1/8നെ 360 ആക്കണമെങ്കിൽ 8നെ 360 ആക്കണം എന്ത് ചെയ്യണം? ഇൻറ്റു 45 ചെയ്യണം. ഇൻറ്റു 45 8 ഇൻറ്റു 45 350. ഇപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ മുകളിലും കൂടെ ചെയ്യണം. നമുക്ക് ഏത് മെത്തേഡാണ് എളുപ്പം അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കേസ് ആയിരിക്കും ഇത് എളുപ്പം. 1/9 അതുപോലെ തന്നെ 1/9 360 ആക്കണം എന്ത് ചെയ്യണം? മുകളിലും താഴെ നമ്മൾ 40 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 40 വെച്ച് മൈനസ് 1/5 1/5നെ 360 ആക്കണമെങ്കിൽ 360നെ 5നെ 360 ആക്കണേ 72 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 72 കൊണ്ട് ഇൻറ്റു 72. ഇപ്പൊ ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 45 പ്ലസ് 40 മൈനസ് 72 ഡിവൈഡഡ് ബൈ 360. 45ഉം 40ഉം കൂടെ കൂട്ടുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതനുസരിച്ച് 85 കിട്ടും. 85 മൈനസ് 72 ഡിവൈഡഡ് ബൈ 360 കിട്ടും. 85 മൈനസ് 72 എന്ന് പറയുമ്പോൾ 13/360 കിട്ടും. ഇതാണ് LCM മെത്തേഡ്. 13/360 കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ LCM കണ്ടുപിടിച്ചും ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആദ്യം ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡും ചെയ്യാം. എനിക്ക് തോന്നുന്നു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇത്രയും വലിയ നമ്പറിന്റെ LCM കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. 360 എന്ന് പറയുമ്പോൾ ചെയ്ത് വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്തു, അതാണ് കുറച്ചുകൂടെ എളുപ്പം. ഓക്കെ അല്ലേ? മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. ത്രീ 1/2 പ്ലസ് 2 1/3 മൈനസ് 4 1/6 ഇതിന് തുല്യമായത് ഏത്? നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചോ? ആദ്യം കണ്ടുപിടിച്ചോ? ചെയ്ത് നോക്കിക്കോ. നമ്മൾ ചെയ്ത് നോക്കണമല്ലോ, ചെയ്ത് നോക്കാതെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അത് നിങ്ങളും ചെയ്ത് നോക്കിക്കോ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം നോക്കാം. ഉത്തരം കിട്ടുമോ നോക്കിക്കോ. ശരി, ആലോചിക്കാനുണ്ട്. ചെയ്ത് നോക്കിക്കോ, എന്തായാലും ചെയ്ത് നോക്കിക്കോ. ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ല, നമ്മൾ തന്നെ ചെയ്ത് നോക്കണം. വേറെ ആരും ചെയ്ത് നോക്കത്തില്ല, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്ത് നോക്കുള്ളൂ. കാരണം ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. കാരണം ഇത് വലിയ സംഖ്യകളാണ്, കുറച്ച് ഒരുപാട് ചെയ്യാനുണ്ടെന്നൊക്കെ നമുക്ക് തോന്നും. വൺസ് നമുക്ക് ഇതിന്റെ ഉത്തരം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എളുപ്പമാണ്. ഇതുപോലെ തന്നെ ഇതേ ഫോമിൽ ചെയ്ത് പോയാൽ മതി. ഫ്രാക്ഷൻസ് നമുക്ക് അത്യാവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഫ്രാക്ഷന്റെ ടേബിൾ പഠിക്കണം. അതിന് മുന്നേ പഠിപ്പിച്ച ഡിവിസിബിലിറ്റി റൂൾസ് ഉണ്ട്, അത് പഠിച്ചു നോക്കണം, ഇടയ്ക്ക് എടുത്ത് നോക്കണം. ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. ഇതൊരു പോർഷന് വേണ്ടി, ഒരു സിലബസിലെ ഒരു ചെറിയ ടോപ്പിക്കിന് വേണ്ടി അല്ല ഞാനിത് പഠിപ്പിച്ചത്. ഈ ഫ്രാക്ഷൻ ആണെങ്കിലും ഡിവിസിബിലിറ്റി റൂൾ ആണെങ്കിലും ഇതെല്ലാ കേസിലും നമുക്ക് അത്യാവശ്യമുണ്ട്. ഫ്രാക്ഷനൊക്കെ നമുക്ക് പെർസെൻറ്റേജിൽ ആവശ്യമുണ്ട്, സ്പീഡ് ആൻഡ് ടൈമിൽ ആവശ്യമുണ്ട്, ഈ ഡിസ്റ്റൻസ് അല്ല ഫ്രാക്ഷൻസിൽ ആവശ്യമുണ്ട്, സിംപ്ലിഫിക്കേഷനിൽ ആവശ്യമുണ്ട്. എല്ലാത്തിലും ഇതെല്ലാം ആവശ്യം കയറി വരും. അപ്പം നിങ്ങളെല്ലാം ജസ്റ്റ് ഞാൻ ഇന്ന് റിവിഷൻ ചെയ്തില്ല, നമ്മുടെ ആ ഫ്രാക്ഷൻ ടേബിൾ ഒന്ന് പഠിക്കണം, പെർസെൻറ്റേജിന്റെ ടേബിൾ. കിട്ടിയോ ആർക്കെങ്കിലും? 3 1/2 പ്ലസ് 2 1/3 മൈനസ് 4 1/6. ഓക്കെ, നോക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യം 3 1/2 ഞാൻ മിക്സഡ് ആണ്, ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്ത് വരും? 7/2 എന്ന് ആൻസർ കിട്ടും. 7/2 പ്ലസ് 2 1/3 7/3 എന്ന് ആൻസർ വരും. മൈനസ് 4 into 6 24 പ്ലസ് 1 25/6 എന്ന് വരും. ശരിയല്ലേ? ഇത് കുറച്ചുകൂടെ LCM എടുക്കുന്നതായിരിക്കും എളുപ്പം. ഈ മൂന്നിന്റെ LCM 6 തന്നെയാണ്, കാരണം 2 3 6 ആണ്. അതിന്റെ ആൻസർ 6 തന്നെയാണ് LCM. ഇതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മുകളിലും താഴെയും, ഇതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മുകളിലും താഴെയും. ശരിയല്ലേ? അപ്പോൾ 21/6 പ്ലസ് 14/6 മൈനസ് 25/6. അപ്പൊ ആദ്യം പ്ലസ് ആണ് ചെയ്യാവുള്ളൂ, അത് കഴിഞ്ഞാൽ മൈനസ് ചെയ്താൽ മതി, അതാണ് എളുപ്പം. ഇങ്ങനെ വരുന്ന കേസിൽ 21 പ്ലസ് 14 എത്ര കിട്ടും? ഒരു സെക്കൻഡ്. ഓക്കെ, 35. വെരി ഗുഡ്. 35/6 മൈനസ് 25/6 10/6 ഉത്തരം കിട്ടും. ശരിയല്ലേ? 10/6. 10/6 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 10 divided by 6 1 into 6 6 റിമൈൻഡർ 4 1 4/6 ആൻസർ വരും.
1 4/6 എന്ന് വെച്ചാൽ 1 സിംപ്ലിഫൈ ചെയ്യാലോ, 4/6 സിംപ്ലിഫൈ ചെയ്യാലോ, 2 3 ആക്കാലോ, ശരിയല്ലേ? 1 2/3 എന്ന് ആൻസർ വരും. 1/2 3 ഓപ്ഷൻ ഉണ്ടോ? ഫസ്റ്റ് ഓപ്ഷൻ. ഈ മെത്തേഡ് മനസ്സിലായോ? LCM 2 3 6ന്റെ LCM 6 തന്നെയാണ്, കാരണം 2 6ന്റെ മൾട്ടിപ്പിൾ ആണ്, 3 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ 2 3 6ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ 6 ആണ് അവിടുത്തെ LCM. അപ്പൊ 6 ആക്കാൻ വേണ്ടി ഡിനോമിനേറ്ററിൽ എന്താണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഒരുപോലെ ആവും. അതനുസരിച്ച് ആദ്യം പ്ലസ് ചെയ്യുക, ദെൻ മൈനസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ അതിന് ഒന്ന് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുക, സിംപ്ലിഫൈ ചെയ്യാനുള്ളത് സിംപ്ലിഫൈ ചെയ്യുക, ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് വേറൊരു മെത്തേഡിലും ചെയ്യാം. നമ്മൾ ആദ്യം ഞാൻ ഈ ഒരു മെത്തേഡ് കൂടെ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. പ്ലസിന്റെ കേസിൽ നമ്പർ പാർട്ട് ആദ്യം ചെയ്തു പോകുക, അതിനുശേഷം ബാക്കി പാർട്ട് ചെയ്യുക. അതായത് ഇവിടെ 3 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. 3 + 2 ആണ്. 3 + 2 എത്രയാ? 5. 5 - 4 ആണ്. 5 - 4 എത്ര കിട്ടും? 1 എന്ന് ഉത്തരം കിട്ടി, ശരിയല്ലേ? അതവിടെ കിട്ടി. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്രാക്ഷന്റെ പാർട്ടാണ്. 1/2 + 1/3. 1/2 + 1/3. ഞാനിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. 3 + 2/6. ദാറ്റ് മീൻസ് 5/6, ശരിയല്ലേ? 5/6. ദെൻ 5/6 നിന്ന് 1/6 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 5/6 - 1/6 എത്ര കിട്ടും? 4/6. 4/6 ഞാൻ ഇവിടെ എഴുതി. 1 4/6. 1 4/6 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 2/3. ഓക്കെ ആണോ? മനസ്സിലായോ? ഒന്നുകൂടെ പറയാം, കേട്ടിരുന്നോ? ഒന്നുകൂടെ പറയാം. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇങ്ങനെ വരുന്ന കേസിൽ ആദ്യം നമ്പർ പാർട്ട് ചെയ്ത് പോയാൽ മതി. അപ്പൊ ഈ നമ്പർ പാർട്ടിൽ ഇവിടെ നമുക്ക് ആദ്യത്തെ 2 പ്ലസും രണ്ടാമത്തെ മൈനസും ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 3 + 2. 3 + 2 എത്രയാണ്? 5. 5 - 4. 5 ഒന്നുകൂടെ പറയാം മനസ്സിലാകാത്തവർക്ക്. നമ്മൾ നമ്പർ പാർട്ട് മാത്രം എടുക്കുന്നു. ശരി, ഈ നമ്പർ പാർട്ട് 3 എടുത്തു, 2 എടുത്തു, 4 എടുത്തു. അതിന് നടുക്ക് കിടക്കുന്ന സിമ്പിൾസ് ടൈപ്പ് ചെയ്തു ഇട്ടു. 3 + 2 5. 5 - 4 എത്രയാണ്? 1. ആൻസർ അവിടെ കിട്ടി, നമ്പർ പാർട്ടിലെ ആൻസർ കിട്ടി. ദെൻ അടുത്ത് നമ്മൾ എടുക്കേണ്ട ഫ്രാക്ഷന്റെ പാർട്ടാണ്. അതായത് 1/2 1/3 1/6. ആദ്യം കൂട്ടാനുള്ളത് നമ്മൾ എടുക്കുവാണ്. 1/2 + 1/3. 1/2 + 1/3 എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ്. 1 × 3 3 + 1 × 2 3 + 2 5. 5/6 ആൻസർ വരും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ. ദെൻ അടുത്ത പാർട്ട് എന്ന് പറയുന്നത് 5/6 നിന്ന് 1/6 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അത് മറന്നുപോകല്ല. 5/6 നിന്ന് 1/6 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5 - ഡിനോമിനേറ്റർ സെയിം ആണ്, നേരെ എടുത്ത് കുറച്ചാൽ മതി. 4/6 ആൻസർ കിട്ടും. 4/6 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/3 ആൻസർ കിട്ടും. ഈ 2/3 1/1ന്റെ കൂടെ എടുത്തിട്ടാൽ മതി. ആൻസർ 1 2/3 എന്ന് കിട്ടും. 1 2/3. സംശയമുണ്ടോ? ഏത് പാർട്ടാണ് നിങ്ങൾക്ക് എളുപ്പം? എങ്ങനെ ചെയ്താണ് നിങ്ങൾക്ക് എളുപ്പം? ഇംപ്രോപ്പർ ആക്കിയിട്ട് ചെയ്യണമെങ്കിൽ ഇച്ചിരി സമയം പോവും. ഇതാണ് നേരെ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. കിട്ടിയ എല്ലാവർക്കും? നമ്മൾ SLCക്ക് ഒന്നും അല്ല പഠിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. ഓപ്ഷനിൽ ഉള്ള ഉത്തരം കിട്ടിയാൽ മതി. അതുകൊണ്ട് നമുക്ക് ഇത്ര ഏറ്റവും മിനിമം ആയിട്ട് ചെയ്താൽ മതി. എല്ലാ സ്റ്റെപ്പും ഇങ്ങനെ എഴുതി പോകണമെന്നൊന്നും. പഠിക്കുമ്പോൾ നിങ്ങൾ എഴുതി പോകും. പക്ഷെ അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം എഴുതുക, ബാക്കിയെല്ലാം മൈൻഡ് ചെയ്യുക. മൈൻഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോകണമെന്നുള്ള കാര്യം കൂടെ മറക്കരുത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ഓക്കെ ആണോ? നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. എല്ലാവരും ഓക്കെ? ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കിയോ? 1/12നോട് എത്ര കൂട്ടിയാൽ 1 കിട്ടും? 1/12നോട് എത്ര കൂട്ടിയാൽ 1 കിട്ടും? ഓപ്ഷൻ ഉണ്ട്. ചെയ്യാൻ പറ്റുമോ നോക്കിയേ. 1/12നോട് എത്ര കൂട്ടിയാൽ 1 കിട്ടും? ഇതൊക്കെ നമുക്കറിയാമെങ്കിലും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അറിയായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ തെറ്റിച്ചു കളയും. എന്തെങ്കിലും കാണിച്ചിട്ട് തെറ്റിച്ചു കളയും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് സാറിന് ഇപ്പൊ PSCക്ക് ചോദിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടുള്ള 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു 4 5 മാക്സിമം ബുദ്ധിമുട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, ഇതിന്റെ മീനിങ് എങ്ങനെയാണ്? ഈ ക്വസ്റ്റ്യന്റെ മീനിങ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. 2നോട് ഞാൻ ഉദാഹരണം പറയാം. 2നോട്
എത്ര കൂട്ടിയാൽ 10 കിട്ടും? ഉത്തരം പറഞ്ഞേ. രണ്ടിനോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും? 8. ഈ ഉത്തരം എങ്ങനെ കിട്ടിയ? 8 എങ്ങനെ കിട്ടിയത്? 10 - 2. 10 - 2 ചെയ്താൽ മതി. 10 - 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 എന്നുള്ള ഉത്തരം കിട്ടും. അതായത് രണ്ടിനോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും. അപ്പൊ നമുക്ക് ലോജിക്കലി നമുക്കറിയാം അത് 8 ആണ്. ആ 8 എങ്ങനെ കിട്ടിയും ചിന്തിച്ചാൽ നേരെ തിരിച്ചു നോക്കിയാൽ മതി. ഈ 10ൽ നിന്ന് 2 കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ അത് തന്നെയാണ് സംഭവിക്കുന്നത്. 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതേ മെത്തേഡ് തന്നെയാണ്. 1ൽ നിന്ന് 3/12 കുറച്ചാൽ മതി. 1ൽ നിന്ന് 3/12 കുറച്ചാൽ മതി. 1ൽ നിന്ന് 3/12 കുറയ്ക്കാന്ന് വെച്ചാൽ 1 - 3/12. 1 - 3/12 നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഒരു ഫ്രാക്ഷൻ ആക്കും. 1നെ 1/1 എന്നാക്കും. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വേണേൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, LCM വേണേൽ LCM, എന്ത് വേണമെങ്കിലും ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 1 × 12 12, 12 - 1 × 3 3, ഡിവൈഡഡ് ബൈ 12. 12 - 3 എത്രയാണ്? 9/12. 9/12 ഓപ്ഷൻ ഉണ്ടോ നോക്കുക. 9/12 ഓപ്ഷൻ ഇല്ല. ദെൻ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കിട്ടും 3 വെച്ച് ക്യാൻസൽ ചെയ്യാലോ. 3/4 എന്ന ആൻസർ കിട്ടും. വെരി ഗുഡ്, കിട്ടിയവരുണ്ട്. വെരി ഗുഡ്. 3/4 എന്ന ആൻസർ കിട്ടും. സോറി, 3/12 അല്ല, 3/4 എന്ന ആൻസർ കിട്ടും. അവിടെ കിടപ്പുണ്ട് ആൻസർ. മനസ്സിലായോ? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ക്വസ്റ്റിനെ ആദ്യം ഒന്ന് ചെറുതാക്കുക. നമുക്ക് ഇതേ സാധനം നമുക്ക് പെട്ടെന്ന് കിട്ടും. രണ്ടിനോട് എത്ര കൂട്ടിയാൽ 8 കിട്ടും എന്നുള്ള 10 കിട്ടും എന്നുള്ള ആൻസർ നമുക്ക് അറിയാം. 8 കൂട്ടണമെന്ന് വ്യക്തമായിട്ട് അറിയാം. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. 3/12 എത്ര കൂട്ടിയാൽ 1 കിട്ടുന്ന ചോദിച്ചേക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ 3/12 ഇപ്പുറത്തോട്ട് പോവുകയാണ്. ഇവിടെ ഏതോ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിന് നമ്മൾ എക്സ് എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഈ 3/12 അങ്ങോട്ട് പോവുകയാണ്. 3/12 ഇവിടെ പ്ലസ് ആണ്. പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. അത് വേറൊരു ലോജിക്ക്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. മനസ്സിലായോ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? 3/12 1ൽ നിന്ന് 3/12 ചെയ്താൽ മതി. നമ്മൾ ഇന്ന് ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. അവസാനം ചെയ്ത ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ ഈ ക്വസ്റ്റ്യൻ. എക്സിന്റെ വാല്യൂ എന്താണെന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. 2023 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? ഇപ്പൊ ഫ്രാക്ഷൻസ് ഏകദേശം നമ്മള് ഫ്രാക്ഷൻസിൽ പ്ലസ് മൈനസ് ആണ് കൂടുതലും പഠിക്കാനുള്ളത്. പ്ലസ് മൈനസ് അത്യാവശ്യമാണ്. പ്ലസ് മൈനസിലാണ് ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. LCM അതുപോലത്തെ കാര്യങ്ങൾ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം പ്ലസും മൈനസിലും മാത്രമേ ഉള്ളൂ. അതേസമയം മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ പ്ലസ് മൈനസ് നമ്മൾ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ല. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വരുമ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം. ഉദാഹരണം പറയുവാണെങ്കിൽ 1/2 × 3/4 എന്ന് വിചാരിച്ചോ. ഇതൊരു ക്വസ്റ്റ്യൻ. 3/4 × 1/5 ഇത് വേറൊരു ക്വസ്റ്റ്യൻ. അടുത്തത് 3/4 × 1/4 ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. എല്ലാ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ ഒന്നും നോക്കാനില്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പരസ്പരം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കുക. അതായത് 1 × 3 3, 2 × 4 8. നേരെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. വേറെ ഒന്നും അവിടെ ഇല്ല. വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഡിനോമിനേറ്റേഴ്സ് ഒരുപോലെയാണോ എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നോക്കിയാൽ മതി. അടുത്തത് ഇതെങ്ങനെ വരും? 3/20 ആൻസർ വരും. ഇതിന്റെ ആൻസർ എന്ത് വരും? 3/60. നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 ചെയ്യുക, 3 എന്ന് കിട്ടും. 4 × 4 ചെയ്യുക, 16 എന്ന് കിട്ടും. അവിടെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ഒന്നും ആലോചിക്കാനില്ല. നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. ഓക്കെ അല്ലേ? ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. PSC ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യന്റെ അടിസ്ഥാനത്തിൽ ഇത് പ്ലസിന്റെ മൈനസിന്റെ കേസിൽ എന്ത് വേണേലും ആകാം. ഇവിടെ അടുത്ത് വേണേലും മൈനസ് ആകാം. മൈനസ് ആയാലും ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ സെയിം തന്നെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ദിവസം തന്നെ നമുക്ക് ബാക്കി ഇത് ഒരു ക്ലാസ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷൻസ് കഴിയും. അതിനു മുന്നേ നമ്മൾ നമ്പർ സിസ്റ്റം കഴിഞ്ഞായിരുന്നു. അപ്പൊ ഇതെല്ലാം നിങ്ങൾ റിവിഷൻ ചെയ്ത് നോക്കണം. എടുത്തെടുത്ത് വല്ലപ്പോഴും നോക്കണില്ല, മറന്നുപോകും. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് വല്ലപ്പോഴും എടുത്ത് നോക്കുക. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ റൂൾസ് ഉണ്ട്, ഡിവിസിബിലിറ്റി റൂൾസ് ഉണ്ട്. ആ റൂൾസ് എടുത്ത് നോക്കണം. 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ, അങ്ങനെ ഓരോ നമ്പേഴ്സിന്റെ ഒരു 10-12 നമ്പേഴ്സിന്റെ അല്ലെ 10 നമ്പർ കുറെ നമ്പേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു തിയറം പോലെ. ആ തിയറം എല്ലാം ഒന്ന് വായിച്ചു വെക്കണം. ഇടയ്ക്കൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത ദിവസം ബാക്കി ക്ലാസ് എടുക്കാവേ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കണം. ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പൊ തന്നെ ഇടുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കണേ. ആൻസറും ഉണ്ട് അതിന്റെ. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. ഓക്കെ, എന്നാൽ താങ്ക് യു.